അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഹാഫിദ് ഓതിയ ആയത്തിൽ ശ്രദ്ധിച്ചില്ലേ? വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാത. അല്ലാഹു പറയുകയാണ്, മനുഷ്യർക്ക് ചെയ്ത ഓരോ നിഅമത്തുകൾ എടുത്ത് അല്ല പറയാണ്. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. രാത്രി അല്ലാഹു തആല നിങ്ങൾക്ക് ലിബാസ്, ഡ്രസ്സ്, പരസ്പരം മറച്ചു വെക്കുന്നതാക്കി തന്ന് നിങ്ങൾക്ക് ഒരു മറയായിട്ടാണ് രാത്രിയെ അല്ലാഹു തആല ആക്കി തന്നത്. രാത്രിയെ ആ രൂപത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വന്നൗമ സുബാത്ത. ഉറക്ക് നിങ്ങൾക്ക് നമ്മൾ റാഹത്താക്കി തന്നതാണ്, വിശ്രമമാക്കി തന്നതാണ് ഉറക്ക് എന്ന്. അല്ലാഹു വേറൊരു സ്ഥലത്ത് പറയുന്നു, വജഅൽനാ നൗമക്കും സുബാത്ത. നിങ്ങളുടെ ഉറക്ക് നിങ്ങൾക്കുള്ള നല്ല ഒരു റെസ്റ്റാക്കിയിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് റബ്ബ് തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ചെയ്തു തന്ന വലിയ നിഅമത്താണ് ഉറക്ക് എന്നുള്ളത് അള്ളാഹു തആല എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സുബാത്ത്, ഉറക്ക് റാഹത്താണ് എന്ന് പറഞ്ഞ്, ആ സുബാത്ത് എന്ന് പറഞ്ഞ റാഹത്ത് എന്നാ. അതുകൊണ്ടാണ് ശനിയാഴ്ചക്ക് യൗമു സബത്ത്, യൗമു റാഹത്ത്, റെസ്റ്റിന്റെ ദിവസം എന്ന് ബനു ഇസ്രായേലുകളോട് ശനിയാഴ്ച പറഞ്ഞത്. ഇസ്തരീഹു ഫീ ഹാദൽ യൗമി, ഈ ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് യൗമു സബത്ത്, റാഹത്തിന്റെ ദിവസം, ശനിയാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോ സെക്കൻഡ് സാറ്റർഡേ അത് യൗമു റാഹത്ത് തന്നെയാണ്. അതുപോലെ നാലാമത്തെ ശനി അതും യൗമു റാഹത്ത് തന്നെയാണ്. അന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ബാങ്ക് ഒക്കെ അവധി തന്നെയല്ലേ. അപ്പൊ യൗമു സബത്ത്, യൗമു റാഹത്ത്, റാഹത്തിന് വേണ്ടി വെച്ചതാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ഉറക്ക് അല്ലാഹു തആല വലിയ നിഅമത്തായിട്ട് തന്നതാണ്. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. വമിൻ ആയാതിഹി, ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ദൃഷ്ടാന്തമാണ് മനാമുക്കും ബില്ലൈലി വന്നഹാർ. മനാമുക്കും ബില്ലൈലി, രാത്രിയുള്ള നിങ്ങളുടെ ഉറക്ക്. വന്നഹാരി, പകലിലുള്ള ഉറക്ക്. പകലിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തുള്ള കൈലൂലത്തിന്റെ ഉറക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മറ്റ് ഉറക്കുകൾ ഉണ്ടല്ലോ, രാവിലെ സുബഹിക്കുള്ള ഉറക്ക്, നൗമു സുബ്ഹി യംനഉ റിസ്ക. സുബഹിക്ക് ഉറങ്ങുന്നത് ഭക്ഷണത്തിനെ തടയുമെന്നാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ആ കുട്ടി രാവിലെ ളുഹാ ടൈമിൽ ഉറങ്ങുന്നത് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കും, മോനെ നീ എഴുന്നേക്ക്. അത്തനാമു ഫിസ്സാഅത്തില്ലത്തി തുഖ്സമുൽ അർസാഖ്. ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ഈ സമയത്താണോ മോനെ നീ ഉറങ്ങുന്നത് എന്ന്. നമ്മള് ഒരു കാര്യം ഓഹരി വെക്കുമ്പോ, ആ ഉറങ്ങണവരവിടെ കിടന്നോട്ടെ, ഓനക്ക് കൊടുക്കണ്ട എന്ന് പൊതുവെ പറയലുണ്ടല്ലോ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മകനെ എഴുന്നേൽപ്പിക്കുകയാണ്. ളുഹാ ടൈമിൽ ഉറങ്ങുന്ന കുട്ടിയെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇപ്പൊ ഉറങ്ങാൻ പറ്റൂല, ഇപ്പോ റിസ്ക് അല്ലാഹു തആല വിഹിതിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങിക്കൂടാ എന്ന്. അതുപോലെ അസറിന്റെ ശേഷമുള്ള ഉറക്ക് അത് ബുദ്ധിമാന്ദ്യം ഉണ്ടാക്കും, വസ്വാസ് രോഗമുണ്ടാക്കും എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഉച്ചക്കുള്ള ഉറക്ക് അത് നല്ല റാഹത്തുള്ള ഉറക്കാണ് എന്നും, നേരത്തെ ഉണ്ടായിരുന്ന ഉച്ചയുടെ മുമ്പ് പണിയെടുത്തത്, ആ പണിയെടുത്ത ക്ഷീണം ഉച്ചക്കുള്ള ആ ഉറക്കോടുകൂടെ അങ്ങോട്ട് തീരും. ഉച്ച കഴിഞ്ഞിട്ട് ജോലി എടുക്കാനുള്ള ഒരു ഉന്മേഷവും ഉച്ചക്കുള്ള ഉറക്കുണ്ടാക്കും. അതുകൊണ്ട് 2 മണി മുതൽ 3 മണി വരെ നീണ്ട 1 മണിക്കൂർ ഉറക്കാണ് ഇപ്പോ തൊഴിലാളികൾക്കുള്ളത്. കാരണം ഇതുവരെ പണിയെടുത്ത ആ ഒരു ക്ഷീണവും ഇനി പണിയെടുക്കാനുള്ള ഉന്മേഷവും, ഇത് രണ്ടും ആ ഉറക്കിലൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ആ ഉറക്ക് സുന്നത്താണ്. അതുപോലെ രാത്രി ഇൽമു കൊണ്ട് ജോലിയാകുന്നവർ, ഇബാദത്ത് കൊണ്ട് ജോലിയാകുന്നവർ, അവരൊക്കെ ഉച്ച സമയത്തുള്ള ആ ഉറക്ക് അത് ബറക്കത്തിന്റെ ഉറക്കാണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ ഉറക്ക് സുബഹിന്റെ നേരത്തെ
നേരത്തെ ഉറങ്ങിയിട്ട് സുബഹിന്റെ മുമ്പേ എഴുന്നേൽക്കുന്നവരാണ് സ്വാലിഹീങ്ങള്. സുബഹി വരെ ഉറങ്ങിയ ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി പറഞ്ഞത് റജുലുൻ ബാല ശൈത്താനു ഫീ ഉദ്നൈഹി, അവന്റെ 2 ചവിട്ടിലും പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുബഹിന്റെ ആ സമയം സുബഹിന്റെ മുമ്പുള്ള ആ സമയം ഇബാദത്തെടുത്താൽ അന്നത്തെ ദിവസം മുഴുവൻ അവനക്ക് നല്ല ഉന്മേഷവും റാഹത്തുമായിരിക്കും. സുബഹിന്റെ സമയത്തോ സുബഹിന്റെ ശേഷമൊക്കെ ഉറങ്ങിയവർക്ക് ഉന്മേഷം കുറവായിരിക്കും, അതേപോലെ തന്നെ താല്പര്യവും കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞു കാണാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ ഉറക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നൗമു അഹുൽ മൗത്തി, മരണത്തിന്റെ സഹോദരനാണ് ഉറക്ക് എന്ന്. അല്ലാഹു തആല ഈ ഉറക്കിന്റെ സമയത്ത് ചെറിയ രൂപത്തില് അല്ലാഹു തആല റൂഹ് പിടിക്കുന്നുണ്ട്. ആ പിടിച്ചു വെച്ച റൂഹ് ചിലരുടേത് അല്ലാഹു തആല തിരിച്ചു കൊടുക്കും, ചിലത് അല്ലാഹു തിരിച്ചു കൊടുക്കാതെ എന്നേക്കുമായുള്ള ആ മരണത്തിലേക്ക് അവനെ കൊണ്ടുപോകുമെന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്നതിന്റെ അദബുകളാണ് നല്ല വൃത്തിയോടുകൂടെ ഉറങ്ങുക എന്നതും അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുക എന്നതും ഒതുവോടുകൂടെ ഉറങ്ങുക എന്നതൊക്കെ ഉറക്കിന്റെ മര്യാദകളിൽപ്പെട്ടതാണ്. കാരണം ഉറങ്ങുമ്പോ നമ്മൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോവുകയാണ്. ഒരു രൂപത്തിലുള്ള റൂഹ് പിടുത്തമുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ എല്ലാ അറിയാനുള്ള സംവിധാനങ്ങളും അല്ലാഹു തആല അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ മൂക്ക്, ആ മൂക്കിന് ദ്വാരങ്ങളുണ്ട്, പക്ഷെ അവിടെ അടപ്പില്ല. നമ്മുടെ ചെവിക്ക് ദ്വാരങ്ങളുണ്ട്, അവിടെ അടപ്പില്ല. പക്ഷേ അല്ലാഹു തആല അവിടെ ഓവർ സെൻസേഷൻ വെച്ചിരിക്കുകയാണ്. കയ്യിൽ ഒരു ഉറുമ്പ് അരിച്ചാൽ നമ്മൾ അറിയൂല, കാരണം അവിടെ അത്ര നമുക്ക് ഈ സംവേദനക്ഷമത ഉള്ളൻ കയ്യിൽ കുറവാണ്. അതേ സമയത്ത് മൂക്കിന്റെ അടുത്തിലൂടെ ഒരു ഉറുമ്പ് പോയി കഴിഞ്ഞാൽ എത്ര വലിയ ഉറക്കാണെങ്കിലും നമ്മൾ തട്ടിക്കളയും. ചെവിയുടെ പരിസരത്തിലൂടെ ഉറുമ്പ് പോയി കഴിഞ്ഞാൽ എത്ര വലിയ ഉറക്കാണെങ്കിലും നമ്മൾ തട്ടിപ്പോകും. അതിലൂടെ ഒരു ഉറുമ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഉറുമ്പിനേക്കാൾ ചെറിയ പ്രാണി പോകുമ്പോൾ പെട്ടെന്ന് അല്ലാഹു തആല അറിയാനുള്ള സംവിധാനം വെച്ചിരിക്കുകയാണ്. കാരണം ആ ദ്വാരങ്ങളിലേക്ക് ഈ പ്രാണികൾ പോയിക്കൂടാ എന്ന നിലക്ക്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞു വന്നത് ഉറങ്ങുന്ന സമയത്തും അള്ളാഹുവിന്റെ കാവലാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദിക്ർ ചൊല്ലി ഒളുവോട് കൂടെ ഉറങ്ങണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് അള്ളാഹുവിന്റെ ദീനും വിശുദ്ധ ഖുർആനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.